അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, അൽ ബലാഗത്തുൽ വാളിഹ, ബലാഗയിലെ ഓരോ പാഠഭാഗങ്ങളും നമ്മൾ ഇങ്ങനെ അല്പാൽപമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇൽമുൽ ബയാനിലെ പാഠഭാഗങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനത്തെ പാഠമായ അൽ കിനായ എന്ന പാഠഭാഗമാണ്. അൽ കിനായത്ത്, എന്താണ് കിനായത്ത് എന്നും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചർച്ച ചെയ്യാം. തഖൂലുൽ അറബ്, അറബികൾ പറയും ഫുലാനത്തുൻ ബഈദത്തു മഹ്വൽ ഖുർത്ത്. ഫുലാനത്തുൻ ബഈദത്തു മഹ്വൽ ഖുർത്ത്. ഇനി അത് മഹ്വൽ ഖിർത്ത് എന്നും വായിക്കാമെന്ന് തോന്നുന്നു. ഒരു സ്ത്രീയെക്കുറിച്ച് പറയാണ്. ഫുലാനത്തുൻ ഒരു സ്ത്രീയാണ്. ബഈദത്തുൽ മഹ്വ, മഹ്വ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ വിടവി എന്നാണ് അർത്ഥം. കിർത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെവിയാണ്, അഥവാ കിർത്ത് എന്ന് പറഞ്ഞാൽ കമ്മലാണ് ശരിക്കുള്ള അതിൻ്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെവിയായിരിക്കും, അല്ലെങ്കിൽ കമ്മലിൻ്റെ ആ കമ്മലിടുന്ന ഭാഗം, ചെവിയുടെ കമ്മലിടുന്ന ഭാഗം. കമ്മലിടുന്ന ഭാഗവും തോളും തമ്മിൽ നല്ല വിടവുള്ള സ്ത്രീ. അപ്പം കഴുത്ത് അല്പം നല്ല നീണ്ട കഴുത്തുള്ള കുട്ടി എന്നർത്ഥം. അപ്പം അത് ഒരു കിനായായ പ്രയോഗമാണ്. അതൊരു നേർക്കുനേരുള്ള പ്രയോഗമല്ല, അതൊരു മജാസായ പ്രയോഗമൊന്നും അതിന് പറയാൻ പറ്റില്ല. അതിന് കിനായ എന്നാണ് പറയാം. കാനത്ത് ഉനുഖുഹ ത്വവീലത്തൻ എന്ന് പറയുന്നതിന് പകരം ഫുലാനത്തുൻ ബഈദത്തു മഹ്വൽ ഖിർത്ത് എന്ന് മറ്റൊരു രൂപത്തിൽ പറയുന്നു. അതിനാണ് കിനായ എന്ന് പറയുന്നത്. അടുത്ത വാക്ക് നോക്കാം, കുറച്ചുകൂടെ എളുപ്പമാണ്. ഖലത്തിൽ ഖൻസ ഫി അഖീഹ സൊഹർ. ഖൻസ അവളുടെ സഹോദരനായ സൊഹറിനെ വർണ്ണിച്ചുകൊണ്ട് പറയുന്നു, ത്വവീലുൻ നജാദി റഫീഉൽ ഇമാദി കസീറുർ റമാദി ഇദാമാ ശത. ത്വവീലുൻ നജാദ്, നജാദി എന്ന് പറഞ്ഞാൽ ഈ വാള് തൂക്കുന്ന ശരീരത്തിലുള്ള ആ ഇരുമ്പിൻ്റെ പട്ടക്കാണ് നജാദ് എന്ന് പറയുന്നത്. അപ്പം ത്വവീലുൻ നജാദ് നല്ല നീളമുള്ള വാള് തൂക്കുന്ന അരപ്പട്ടയുള്ള ആള്. അപ്പം നല്ല ധീരനാണ് എന്നർത്ഥം. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ധീരനായ വ്യക്തിയാണെന്നർത്ഥം. റഫീഉൽ ഇമാദ്, അപ്പം ഷജാഅത്തിന് പകരമാണ് ഇവിടെ ത്വവീലുൻ നജാദ് എന്ന് പ്രയോഗിച്ചത്. രണ്ടാമത്തെ റഫീഉൽ ഇമാദ്. ഇമാദ് എന്ന് പറഞ്ഞാൽ തൂണ് എന്നൊക്കെയാണല്ലോ അർത്ഥം. റഫീഉൽ ഇമാദ് ഉയർന്ന സ്തംഭം, അതായത് അദ്ദേഹത്തിൻ്റെ ജനതയിൽ നല്ല സ്ഥാനമുള്ള ആൾ എന്നർത്ഥം. കാനലഹു മക്കാനത്തുൻ ആലിയ ഫി ഖൗമിഹി എന്നർത്ഥം. മൂന്നാമത്തത് കസീറുർ റമാദ്. കസീറുർ റമാദി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം റമാദ് എന്ന് പറഞ്ഞാൽ വെണ്ണീര് എന്നാണ് അർത്ഥം. കസീറുർ റമാദ് ധാരാളമായിട്ട് വെണ്ണീര് ഉണ്ടാകുന്ന വീട്. അടുപ്പിൽ ധാരാളം വെണ്ണീരുണ്ടാകുക ധാരാളം കത്തിക്കുമ്പോഴാണ്. ധാരാളം കത്തിക്കുക ധാരാളം ഭക്ഷണം പാകം ചെയ്യാനാണ്. ധാരാളം ഭക്ഷണം പാകം ചെയ്യുക ധാരാളം അതിഥികളെ സൽക്കരിക്കുമ്പോഴാണ്. അപ്പം ഇയാളെ അതിഥിയെ സൽക്കരിക്കുന്ന ആളാണ്. കാന ജവാദൻ, നല്ല ഔദാര്യവാനാണ് എന്ന് പറയുന്നതിന് പകരമാണ് ഇവിടെ കസീറുർ റമാദി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ നേർക്കുനേരെ പറയാതെ മറ്റൊരു രൂപത്തിൽ പറയുന്നതിനാണ് കിനായത്ത് എന്ന് പറയുന്നത്. ഒന്ന് നോക്കാം. ത്വവീലുൻ നജാദി, അരപ്പട്ട, നല്ല നീണ്ട അരപ്പട്ടയുള്ളവൻ, മീൻസ് നല്ല ധീരൻ. ഷജാഅത്തിനെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഷുജാഉൻ, കാന ഷുജാഅൻ എന്നർത്ഥം. റഫീഉൽ ഇമാദ്, ഉയർന്ന സ്ഥാനമുള്ളവൻ. കാന അലീമൻ ഫി ഖൗമിഹി എന്നർത്ഥം. റഫീഉൽ ഇമാദ്. കസീറുർ റമാദ്, കാന ജവാദൻ എന്നർത്ഥം. കാന യുത്ഇമു അത്വആമ ലിൽ ഫുഖറ എന്നർത്ഥം. ഇദാമാ ശത, തണുപ്പ് കാലത്ത് പോലും, ഷിതായിൽ പോലും. അപ്പം തണുപ്പ് കാലത്ത് എന്ന് പറയുമ്പോൾ പൊതുവേ ഈ അറബ് നാട്ടിലെ തണുപ്പ് എന്നൊക്കെ പറയുമ്പോൾ പലരും ജോലിക്കൊക്കെ പോകാത്ത അത്രക്ക് ശൈത്യ കഠോരമായ ദിനങ്ങളായിരിക്കും, പട്ടിണിയുടെ ദിനങ്ങളൊക്കെ ആയിരിക്കും. ആ സമയത്ത് പോലും ഇദ്ദേഹം ധീരനാണ്, ഉദാരവാനാണ്, സമൂഹത്തിൽ സ്ഥാനമുള്ള ആളാണ് എന്നർത്ഥം. അടുത്തത് വജത്ത ഫീക്ക് ബിന്തു അദ്നാന ദാറൻ ദക്കർതഹ ബദാവത്തല്ല അറാബി.
ഇവിടെ ബിന്തു അദ്നാൻ എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് അറബി ഭാഷയെയാണ്. അദ്നാന്റെ പുത്രി എന്നാണ് അറബി ഭാഷയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം അറബികളുടെ ഭാഷയാണ് അറബി ഭാഷ. അറബികൾ അദ്നാന്റെ മക്കളാണ്. കഹ്താനും അദ്നാനും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കഹ്താനികൾ യമനിലും അദ്നാനികൾ സൗദി അറേബ്യയിലുമാണ്, ഹിജാസിലുമാണ്. അപ്പം ഹിജാസിൻ്റെ ഭാഷയാണ് ലുഗത്തുല്ലാദ്. അപ്പം അദ്നാന്റെ ഭാഷയാണ് ലുഗത്തുല്ലാദ്. അതുകൊണ്ട് ഇതിനെ ബിന്തു അദ്നാൻ എന്ന് വിശേഷിപ്പിച്ചു. ലുഗത്തുൽ അറബി എന്ന് നേരിട്ട് പറയാതെ ബിന്തു അദ്നാൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അത് യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ മറ്റൊരർത്ഥത്തിൽ പ്രയോഗിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ മജാസാക്കാൻ പറ്റില്ല. ഇത് കിനായത്താണ്. നാലാമത്തെ ഉദാഹരണം, അല്ലാരിബീന ബികുല്ലി അബിയള മിഖ്ദമിൻ വത്വാഇനീന മജാമി അൽ അൽഗാനി. ഇത് ഒരാളുടെ ധീരതയെ വർണ്ണിച്ചുകൊണ്ട് പറയാണ്, ഒരു സമൂഹത്തിന്റെ ധീരതയെ. അല്ലാരിബീന ബികുല്ലി അബിയള മിഖ്ദമിൻ വത്വാഇനീന, അവർ കുത്തും, അവർ പരിക്കേൽപ്പിക്കും. മജാമി അൽ അൽഗാനി. മജാമിയ എന്ന് പറഞ്ഞാൽ മജ്മ, കൂടിച്ചേരുന്ന സ്ഥലം. അൽഗാൻ എന്ന് പറഞ്ഞാൽ ലിഗ്ന് അൽഗാൻ എന്ന് പറഞ്ഞാൽ വിദ്വേഷം. വിദ്വേഷം ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹൃദയമാണ്, സ്വദറാണ്. അപ്പൊ സ്വദറിന് തന്നെ അവർ കുത്തും എന്നാണ് പറയുന്നത്. ഇവിടെ സ്വദറിന് പകരം മജാമിയുൽ അൽഗാൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ഇത് കിനായത്തിന്റെ ഒരു പ്രയോഗമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. ആദ്യത്തെ രണ്ട് ഉദാഹരണത്തിൽ പറഞ്ഞ ബഈദത്തുൽ മഹ്വൽ ഖിർത്ത് എന്ന പ്രയോഗം, അത് നീണ്ട കഴുത്തുള്ള അവൾ എന്നർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. കാനത്ത് ഉനുഖുഹ ത്വവീലൻ അല്ലെ ത്വവീലൽ ഉനുഖി എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ത്വവീലുൻ നജാദി റഫീഉൽ ഇമാദി കസീറുർ റമാദ്, ഇതൊക്കെ ഷുജാ, അതേപോലെ അലീമുൻ ഫി ഖൗമിഹി, അതേപോലെ ജവാദ്, ഇങ്ങനെ ഓരോ സിഫത്തിനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഷുജാ എന്ന് പറയുന്നത് സിഫത്താണ്, ഒരാളെ വിശേഷിപ്പിച്ച് പറയുന്നതാണല്ലോ. അലീമുൻ ഫി ഖൗമിഹി എന്ന് പറയുന്നത് സിഫത്താണ്. ജവാദുൻ എന്ന് പറയുന്നത് സിഫത്താണ്. ജമീലുൻ എന്ന് പറയുന്നത് സിഫത്താണ്. ത്വവീലുൽ ഉനുഖ് എന്ന് പറയുന്നത് സിഫത്താണ്. ഇത്തരം സിഫത്തുകളെ കിനായത്തിലൂടെ വർണ്ണിക്കുമ്പോൾ അതിൻ്റെ പേരാണ് കിനായ അൻ സിഫത്തിൻ. കിനായത്തുൻ അൻ സിഫത്തിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ രണ്ട് ഉദാഹരണങ്ങളെ പറയാം. രണ്ടാമത്തത് ബിന്തു അദ്നാൻ എന്ന് പറയുമ്പം അറബി ഭാഷയാണ്. അറബി ഭാഷ ഒരു സിഫത്തല്ല, ഒരു വസ്തുവാണ്. മജാമിയുൽ അൽഗാൻ എന്ന് പറയുന്നത് ഹൃദയമാണ്, നെഞ്ചാണ്, അതും ഒരു വസ്തുവാണ്. രണ്ടാമത്തേന് ഒരു ദാത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് കിനായ അൻ മൗസൂഫിൻ എന്ന് പറയാം. കിനായത്തുൻ അൻ മൗസൂഫിൻ. മൂന്നാമത്തത് അഥവാ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ അഞ്ചാമത്തെ ഉദാഹരണം, അൽ മജിദ് ബൈന സൗബൈക. നീ മഹാനാണ് എന്ന് പറയുന്നതിന് പകരം നിന്റെ വസ്ത്രത്തിന്റെ ഉള്ളിലുള്ള ആ ശരീരത്തിലാണ് മഹത്വം എന്ന് പറയാം, ആ ഹൃദയത്തിലാണ് മഹത്വം. വൽ കറമുമിൽ ബുർദൈക, നിന്റെ ഉടുപ്പ് മുഴുവനും മാന്യതയാണ്. അപ്പൊ അന്ത കരീമുൻ അന്ത മജീദുൻ എന്ന് പറയുന്നതിന് പകരം അങ്ങനെ പറയാം. ഇതിനെ നമുക്ക് കിനായ അൻ നസബിൻ എന്ന് പറയാം. ഒന്നിലേക്ക് ചേർത്ത് പറയാണല്ലോ. നിനക്കാണ് എന്ന് പറയുന്നതിന് പകരം സൗബിന്റെ ഉള്ളിലാണ് എന്ന് പറയാം. അങ്ങനെ നിസ്ബയിലൂടെ പറയുന്നത് കൊണ്ട് ഇതിന് കിനായ അൻ നസബിൻ എന്ന് പറയാം. നീ ധീരനാണ് എന്ന് പറയുന്നതിന് ഫീ സൗബൈക അസദുൻ എന്ന് പറയാം. നിന്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ സിംഹമാണ് എന്ന്. ഫീ സൗബൈക അസദുൻ. ഇവിടെ നിസ്ബയാണ്, കിനായ അൻ നസബിൻ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കിനായ അൻ നിസ്ബത്തിൻ. നമുക്കിൻ്റെ കായിക കൂടെ ഒന്ന് വായിക്കാം. അൽ ഖവായിദ് അൽ കിനായത്തു. കിനായ എന്ന് പറഞ്ഞാൽ കന്ന യുക്കന്നി തെക്കിനിയ, കന കിനായത്ത് എന്ന് പറയുന്നത് ലഫ്ലുൻ, അതൊരു പദമാണ്. ഉത്തിലിഖ
അത് പ്രയോഗിക്കുന്നു. വ ഉരീദ ബിഹി ലാസിമമാനാഹു, അനിവാര്യമായ അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാ ജവാസ് ഇറാദത്തി ദാലിക്കൽ മാന, ആ അർത്ഥം ഉദ്ദേശിക്കൽ ജവാസാണ്, ജായിസാണ് എന്നർത്ഥം. ഇങ്ങനെ അനിവാര്യമായ ഒരു അർത്ഥത്തിന് പകരം മറ്റൊരു പദം പ്രയോഗിക്കുന്നു. അതിനാണ് കിനായത്ത് എന്ന് പറയുന്നത്. തങ്കസിമുൽ കിനായത്തു ബിഅതിബാരിൽ മക്കിനി അൻഹു, ഏതിനെയാണോ കിനായത്തായിട്ട് പ്രയോഗിക്കുന്നത്, ഷജാഅത്തിനെയാണ് കിനായത്തായിട്ട് പ്രയോഗിക്കുന്നതെങ്കിൽ അത് കിനായത്തുൻ അൻ സിഫത്തിൻ എന്ന് പറയും. സ്വദറിനെയാണ് കിനായത്തായിട്ട് പ്രയോഗിക്കുന്നതെങ്കിൽ അതിനെ കിനായത്തുൻ അൻ മൗസൂഫിൻ എന്ന് പറയും. അതേ സ്ഥാനത്ത് നിനക്ക് അവന് എന്നൊക്കെയുള്ള നിസ്ബയിലേക്ക്, ഒരാളിലേക്ക് ഉള്ള പ്രയോഗമാണ്, സിഫത്താണ്, ഒരാളിൻ്റെ സിഫത്താണ് കിനായത്തായിട്ട് പ്രയോഗിക്കുന്നതെങ്കിൽ അതിനെ കിനായത്തുൻ അൻ നിസ്ബത്തിൻ എന്ന് പറയും. അതാണ് ഇവിടെ പറയുന്നത്. ഫൈനൽ മക്കിനി അൻഹു ഖദ് യകൂനു സിഫത്തൻ വഖദ് യകൂനു മൗസൂഫൻ വഖദ് യകൂനു നിസ്ബത്തൻ. ഇതോടുകൂടെ കിനായത്തിൻ്റെ പാഠം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇൽമുൽ ബയാനിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഇതോടുകൂടെ നമ്മൾ അവസാനിച്ചു എന്ന സന്തോഷ വാർത്ത കൂടെ നിങ്ങൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിൻ്റെ തെമ്രീനാത്ത് മുഴുവനും നിങ്ങൾ വായിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ പാഠം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പറയാൻ പറ്റുള്ളൂ.